വെൽക്കം ടു സ്മാർട്ട് ടോക്ക് വിത്ത് നിഷ. നമ്മളെല്ലാവരും ഇന്നത്തെ ന്യൂസ് പേപ്പർ എടുത്ത് നോക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഭയങ്കര വിഷമം തോന്നിയ ഒരു കേസ് ഇതാണ്. കഴിഞ്ഞ ശനിയാഴ്ച 13 വയസ്സുള്ള 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടി കൊടുത്തിട്ടുള്ള കേസ് വ്യാജ പരാതിയായിരുന്നു എന്നാണ് ഇന്നലെയും ഇന്നുമായിട്ട് നമ്മൾ കണ്ട പരാതി. 11 പേർക്കെതിരെയാണ് ആ പെൺകുട്ടി അന്ന് കേസ് കൊടുത്തത്. അതിൽ 10 ആൺകുട്ടികളും ഒരു പെൺകുട്ടിയുമായിരുന്നു. ഇന്ന് അതിലത്തെ ഒരു ആൺകുട്ടിയുടെ വീട്ടുകാരാണ് ആ കുട്ടി ഭയങ്കരമായി ക്രൂരമായ മർദ്ദനം പോലീസ് സ്റ്റേഷനിലും എന്ന് വെച്ച് പുറത്തേക്കൊക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ വരാൻ തുടങ്ങി. സോഷ്യൽ മീഡിയ അത് ഏറ്റുപിടിക്കുകയും ചെയ്തു. ശനിയാഴ്ച വരെ സോഷ്യൽ മീഡിയ മൊത്തം മറ്റേ കേസിലായിരുന്നു. കാരണം നമുക്ക് എല്ലാവർക്കും വിഷമം തോന്നി 9ാം ക്ലാസ്സിൽ പഠിക്കുന്നതിന്. ഇന്നായപ്പോഴേക്കും നേരെ തിരിച്ചു. ഈ പരാതി മജിസ്ട്രേറ്റിന് മുമ്പിൽ ആ കുട്ടി മൊഴി കൊടുത്തപ്പോൾ താൻ തെറ്റായി പറഞ്ഞതാണെന്നും പറയുകയൊക്കെ ചെയ്തു. അതേപോലെ വൈദ്യപരിശോധനയിലും തെറ്റായിട്ട് തരുന്നു. നോക്കി നോക്കൂ, സംഭവം നടന്നു കഴിഞ്ഞു. ഇനി ആ 11 കുട്ടികളിൽ പോയ 2 ദിവസത്തിൽ അവർ നീങ്ങിയ വഴികളൊന്ന് ആലോചിച്ച് നോക്കൂ. ഒരുപാട് രാത്രി തന്നെ വീട്ടിൽ നിന്നും പോലീസ് സ്റ്റേഷനിലേക്ക് വരിക, വീട്ടുകാരനുഭവിച്ച വേദന, നാട്ടുകാരുടെ മുമ്പിൽ അവർക്കുണ്ടായിട്ടുള്ള ഒരു മോശമായിട്ടുള്ള ഒരു പേര്, അതേപോലെ തന്നെ ഇപ്പോൾ 3ാം മുറ ഉപയോഗിച്ച് ഇപ്പോൾ ആ കുട്ടിക്ക് വന്ന ശാരീരിക വേദനകൾ, ഇതിനൊക്കെ ഇനി ആരുത്തരം പറയും? ഇങ്ങനെ ഓരോ നിയമങ്ങളും ഇങ്ങനെ തെറ്റായിട്ടുള്ള രീതിയിൽ ഉപയോഗിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എവിടേക്കാണ് പോകുന്നത്? ഇങ്ങനെ ദുരുപയോഗം ചെയ്യാൻ തുടങ്ങിയാൽ പോക്സോ 18 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്കെതിരെ പീഡനങ്ങളും കാര്യങ്ങളൊക്കെ നടന്നു കഴിഞ്ഞാൽ ഉപയോഗിക്കാൻ പറ്റുന്ന ആക്റ്റാണ് പോക്സോ. അതേപോലെ തന്നെയാണ് പോഷ്, പ്രിവെൻഷൻ ഓഫ് സെക്ഷൽ ഹരാസ്മെൻറ്റ്. 18 വയസ്സിന് മുകളിലുള്ള സ്ത്രീകൾക്ക് എന്തെങ്കിലുമൊക്കെ. ഈ 2 നിയമങ്ങളും കൊണ്ടുവരുന്ന സമയത്തിന് അതിന് നല്ല സദുദ്ദേശമാണ് ഉണ്ടായിരുന്നത്. കാരണം പലപ്പോഴും അതിനൊരു പ്രത്യേക നിയമമില്ലാത്തത് കൊണ്ട് തന്നെ പലപ്പോഴും ക്രിമിനൽ നേച്ചറുള്ള ആൾക്കാർക്ക് ശരിയായിട്ടുള്ള ശിക്ഷ ലഭിച്ചിരുന്നില്ല. അപ്പോൾ അതൊരു ക്രിമിനൽ ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ചെയ്തിട്ടുള്ളവർക്ക് തക്കതായിട്ടുള്ള ശിക്ഷ കിട്ടണം എന്നുകൊണ്ടാണ് ശക്തമായിട്ടുള്ളൊരു നിയമം എഴുതി കൊണ്ടുവന്നത്. പക്ഷേ ഈ നിയമം എഴുതുന്നവർ ഒരു കാര്യം കൂടി ആലോചിക്കണം. ഈ പല നിയമങ്ങളും ഇപ്പോൾ ദുരുപയോഗം ചെയ്യുന്നുണ്ട്. അതെന്തുകൊണ്ടാണ് ദുരുപയോഗം ചെയ്യപ്പെടുന്നത്? അതേ നിയമത്തിൽ അതിനുള്ളൊരു ലൂപ്പ് ഹോൾ വെച്ചിട്ടുള്ളത് കൊണ്ടാണ്. അതിന് തിരിച്ച് ശക്തമായിട്ട് ഇത് തെറ്റാണ് ഈ ചെയ്തത് എന്നുണ്ടെങ്കിൽ ഇവർക്കും ശക്തമായിട്ട് തിരിച്ചടിയാണ് തന്നെ കൊടുക്കണം. കാരണം ഇത് ആവശ്യക്കാർ മാത്രമേ ഇതെടുത്ത് ഉപയോഗിക്കാൻ പാടുള്ളൂ. തോന്നിയ സമയത്ത് അനാവശ്യ സ്ഥലത്ത് ഇതൊക്കെ കയറി. ഇപ്പം ഞാൻ തന്നെ വായിച്ചു എവിടെയോ ഈ പോക്സോ എന്ന് പറയുന്ന ആക്ട് ഇപ്പോൾ ഇതിനു വേണ്ടി മാത്രമല്ല, പല കേസുകളും മറ്റ് കേസുകൾ ജയിക്കാൻ, ഒരു വഴിത്തർക്കം അല്ലെങ്കിൽ ഒരു അതിർത്തി തർക്കത്തിന് ജയിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു എന്ന് പറയുന്നു. കാരണം ഇതിൻ്റെ ഇടയിൽ അത് കൊണ്ടുപോയിട്ട് കൗണ്ടർ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവരിതിൽ നിന്ന് മാറി മറ്റേലേക്ക് ചെയ്യേണ്ടി വരുന്നു. അതേപോലെ തന്നെ കുടുംബ കോടതികളിൽ കുട്ടികളുടെ അവകാശം കിട്ടണം എന്നുള്ളത് കണക്കാക്കിയിട്ട് മുൻകൂട്ടി തന്നെ ഒരു പോക്സോ ആക്റ്റും കൂടി കൊടുത്തു കഴിഞ്ഞാൽ ആണുങ്ങൾ അച്ഛനോ അല്ലെങ്കിൽ അച്ഛൻ്റെ വീട്ടുകാർക്കോ ഈ കുട്ടികളുടെ അവകാശം പിന്നെ മേടിക്കാൻ പറ്റാത്തൊരു ഇതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്, നമ്മൾ ഇങ്ങനത്തെ ഇത് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഈ നിയമങ്ങൾ പലപ്പോഴും അതേപോലെ തന്നെ ഓഫീസുകളിൽ പോഷ് ആക്ട്, വീടുകളിൽ പോഷ് ആക്ട് എടുത്ത്, അതായത് സെക്ഷലി ഹരാസ് ചെയ്തു എന്ന് പറയണം. ഒന്ന് ഉറക്കെ ശബ്ദിച്ചാൽ പോലും, ആണുങ്ങളൊന്ന് ഉറക്കെ ശബ്ദം വെച്ചാലോ അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങളൊന്ന് വെട്ടിത്തുറന്ന് പറഞ്ഞാലോ ഉടനെ അവർക്കെതിരെ ഒരു ആയുധമാക്കി മാറ്റുന്നു ഈ നിയമങ്ങളെ. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഇത് എന്ത് ചെയ്യും? നിയമങ്ങൾ വേണ്ടാന്ന് വെക്കാൻ പറ്റൂ? ഇല്ല. പക്ഷെ നിയമങ്ങൾ എഴുതിയ ആൾക്കാർ നിയമങ്ങൾ ഇടയ സമയത്ത് ഇത് അമെൻഡ് ചെയ്യണം. എവിടെയൊക്കെയാണോ ഇത് ദുരുപയോഗം ചെയ്തത് ആ ദുരുപയോഗം ചെയ്യുന്ന രീതികൾ ഒന്നും കൂടി മനസ്സിലെത്തി നിയമം ചെയ്യുന്ന ആൾക്കാർ ഇതെന്ത് ചെയ്യണം? തക്കതായിട്ടുള്ള ശിക്ഷ ഇത് ദുരുപയോഗം ചെയ്താൽ എന്താണ് സംഭവിക്കുക എന്നുള്ളതിനും കൂടി വേണം. പിന്നെ ശ്രദ്ധിക്കേണ്ടത് പോലീസാണ്. ഒരു 13 വയസ്സുകാരത്തി, ഒരു 18 വയസ്സിൽ താഴെയുള്ള ഒരു കുട്ടിയുടെ പരാതി കിട്ടിക്കഴിഞ്ഞാൽ അത് കൃത്യമായിട്ടുള്ള രീതികൾ തന്നെ ഒന്ന് കൃത്യമായി ഒന്ന് കീറി മുറിച്ച് തന്നെ കാര്യങ്ങൾ നോക്കണം. ഒരു 3ാം മുറയൊക്കെ ഓപ്പോസിറ്റ് ആളുടെ മേലെ പെട്ടെന്ന് കയറി അതൊന്നും ഇപ്പോൾ ഉപയോഗിക്കാൻ പാടില്ല. അതല്ലാതെ തന്നെ കുറേ രീതികളുണ്ട്. അതല്ലാതെ തന്നെ, കാരണം ഇപ്പോൾ ഈ കുട്ടികളൊക്കെ സംസാരിച്ചു കഴിഞ്ഞാലോ കാര്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാലോ കൃത്യമായി പറയുമായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ 3ാം മുറയൊന്നും ഉപയോഗിക്കേണ്ട ആവശ്യമേ ഉണ്ടായിരുന്നില്ല. സോ പോലീസും ഈ കാര്യത്തിൽ ഒന്ന് പക്വതയോടുകൂടി കാര്യങ്ങൾ ചെയ്യണം. ഒരു ക്രിമിനൽ നേച്ചറുള്ള പോലീസുകാരുണ്ടെന്നുണ്ടെങ്കിൽ, നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ ഒന്ന് തിരുത്തേണ്ടത് അത് ഗവൺമെൻറ്റിൻ്റെ തന്നെ ജോലിയാണ്. ഗവൺമെൻറ് അത് കൃത്യമായി തന്നെ ചെയ്യണം. അതല്ലെങ്കിൽ വിശ്വാസം പോവും.
പോലീസിനോടുള്ള വിശ്വാസം പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്, ആ നാടിന് ഭയങ്കര ബുദ്ധിമുട്ടാണ്, അവിടെ നമുക്ക് സ്വസ്ഥമായിട്ട് ജീവിക്കാൻ പറ്റില്ല. അപ്പം നല്ലോണം ശ്രദ്ധിക്കണം ഇങ്ങനെയുള്ള. അതേപോലെ സമൂഹ മാധ്യമങ്ങൾ ഒരു കാര്യം കൂടി കേൾക്കുമ്പോഴേക്കും അതിനെ ഇട്ടിട്ട് ഭയങ്കരമായിട്ട്, ഇപ്പം ആ ശനിയാഴ്ചയിലത്തെ ന്യൂസുകൾ മുഴുവൻ എടുത്ത് നോക്കിയാൽ കാണാം ആ 11 ആൾക്കാരുടെ വീട്ടുകാരും അവരും അനുഭവിച്ച വേദനകൾ. ഇപ്പം അതെടുത്ത് നമ്മളത് ആ ന്യൂസ് കേൾക്കുമ്പോൾ തോന്നും അവരനുഭവിച്ച വേദനകൾ ഇനിയും വരാൻ പോകുന്നു, ഇനിയും നെക്സ്റ്റ് വരാൻ പോകുന്നു. അപ്പോൾ സമൂഹ മാധ്യമങ്ങളും ഒന്ന് ശ്രദ്ധിക്കണം. ഒരു കേസ് കിട്ടി അവരതിൻ്റെ കാര്യങ്ങളൊന്ന് വേർതിരിച്ചെടുക്കട്ടെ, അതിനുശേഷം മതി അതിനോടുള്ള ഒരു അവലോകനവും അവരെ മീഡിയയുടെ മുമ്പിലേക്ക് കൊണ്ടുവരലും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അഭിപ്രായങ്ങളുണ്ടെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ആ അഭിപ്രായങ്ങൾ എല്ലാവരും എന്തിലെഴുതണം, കമൻറ്റ് ബോക്സിൽ ഇടണം. അപ്പം അതുകൊണ്ട് നമ്മൾ നല്ലോണം ഒരു കാര്യം കേൾക്കുമ്പോഴേക്കും എടുത്തു ചാടി നമ്മൾ എന്ത് ചെയ്യരുത്, അതിന് വിധി എഴുതരുത്. അപ്പോൾ താങ്ക് യു. മറക്കരുത്, എല്ലാവരും വാച്ച് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.